അപ്പോൾ വെർട്ടിക്കൽ റൂട്ട്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫുക്കറ്റിൽ വന്നിട്ട് ഫിഫി ഐലൻഡിൽ പോയി അതിൻ്റെ കാഴ്ചകൾ കാണിച്ചിരുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് ക്രാബിയിലേക്കാണ്. ക്രാബിയിലെ 4 ഐലൻഡ് ട്രിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കണ്ടന്റ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോകൾ കാണണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകൾ കാണാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫിഫി ഐലൻഡ് പോയ പോലെ തന്നെ രാവിലെ റൂമിൽ നിന്നിറങ്ങി അതേ ബോട്ട് ജെട്ടിയിൽ നിന്നാണ് നമ്മുടെ ക്രാബി ട്രിപ്പും ആരംഭിക്കുന്നത്. വീഡിയോ ഓൺ ദ വേ നമ്മൾ അധികം വലിച്ചു നീട്ടിയിട്ടില്ല. നേരത്തെ നമ്മൾ ക്രൂയിസറിൽ വന്നു, ഇതാ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. ഫിഫി ഐലൻഡ് പോയ പോലെ തന്നെ ഒരു ക്രൂയിസ് ഷിപ്പാണ്. അതുപോലെ തന്നെ ഏകദേശം 2 മണിക്കൂർ യാത്ര ഈ 4 ഐലൻഡ് ട്രിപ്പിനും ഉണ്ട്. കഴിഞ്ഞ ഷിപ്പിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു ഷിപ്പാണ് കണ്ടിട്ട് തോന്നുന്നത്. കഴിഞ്ഞ ഷിപ്പിൽ നമുക്ക് അപ്പർ ഡെക്കിൽ കയറി നിൽക്കായിരുന്നു, പക്ഷേ ഇതിൽ അപ്പർ ഡെക്ക് VIP-കൾക്ക് മാത്രമാണ്. പക്ഷേ നമുക്കിവിടെ സൈഡിലൊക്കെ നിന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാം. കഴിഞ്ഞ ഫിഫി ഐലൻഡിൻ്റെ കാഴ്ചകൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. അതുപോലെ തന്നെ മുമ്പ് നമ്മുടെ തായ്ലൻഡിലെ മുഴുവൻ യാത്രകളുടെയും വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിന്ന് ഏകദേശം ഇത് ലാസ്റ്റത്തെ ട്രിപ്പാണ്. നാളെ ഒരു ദിവസം കൂടി ഉള്ളൂ നമുക്കിവിടെ തായ്ലൻഡിൽ. അത് കഴിഞ്ഞ് നമ്മൾ മടങ്ങും. ഫിഫി ഐലൻഡ് പോയ പോലെ തന്നെ നല്ല മനോഹരമായ നീലക്കടൽ, നീലാകാശം, നല്ല കാഴ്ചകളാണ്. ഏകദേശം ആളുകളൊക്കെ പുറത്താട്ടോ, അതിൻ്റെ ഉൾവശമാണിത്. ആളുകളൊക്കെ പുറത്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു കാഴ്ചയും നല്ലൊരു യാത്രയും, അതാണ് ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത. ഫിഫി ഐലൻഡ് ട്രിപ്പും ഇതുപോലെ തന്നെയായിരുന്നു. ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ലൈം സ്റ്റോൺ ഉള്ള പാറകൾ, മലകൾ, അതുപോലെ ചെറിയ തുരുത്തുകളൊക്കെ നമുക്ക് കാണാം. കുറേയേറെ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. 4 ഐലൻഡ് ട്രിപ്പ് എന്നാണ് പറയുന്നത് ക്രാബിയിലെ. അത് പേര് പോലെ തന്നെ 4 ദ്വീപുകൾ, ആ ദ്വീപുകളുടെ ബീച്ചുകൾ, അവിടുത്തെ കാഴ്ചകൾ, അതാണ് ഈ ഒരു യാത്ര. ഇതിൻ്റെ താഴെ ഡെക്കിൻ്റെ കാഴ്ചകളാണ്. വളരെ കുറച്ച് ആളുകൾ, അവർ പുറത്തെ കാഴ്ചകളൊന്നും ആസ്വദിക്കേണ്ടാത്ത ആളുകളാണെന്ന് തോന്നുന്നു. ചായ, സ്നാക്സൊക്കെ ഇതിൻ്റെ കൂടെ ഇവിടെ ഇൻക്ലൂഡഡായിട്ട് അവൈലബിൾ ആയി കിട്ടുന്നുണ്ട്. ആളുകളൊക്കെ ഏതാണ്ട് പുറത്താണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഈ ക്രൂസറിൽ അകത്ത് നിന്നാൽ തന്നെ 2 ഭാഗത്തൊക്കെ നല്ല കാഴ്ചകൾ കിട്ടും. നമ്മളെ പുറത്ത് ടോയ്ലറ്റാണ്, ഇതിനോട് ചേർന്നിട്ടുള്ള ടോയ്ലറ്റാണ്. അപ്പോൾ നല്ല അടിപൊളി ഒരു യാത്ര. കഴിഞ്ഞ നമ്മൾ പട്ടായയിലെ കോറൽ ഐലൻഡ് ട്രിപ്പ് പോയപ്പോഴും അതുപോലെ ഫിഫി ഐലൻഡ് ട്രിപ്പ് പോയപ്പോഴൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇവിടുത്തെ ബീച്ചുകളുടെ പ്രത്യേകത. ക്രിസ്റ്റൽ ക്ലിയർ ബ്ലൂ വാട്ടർ, നല്ല വെളുത്ത പഞ്ചതാര പോലുള്ള മണലും, അതാണ് ഇവിടുത്തെ ബീച്ചുകളുടെ പ്രത്യേകത. മനോഹരമായ ബീച്ചുകളാണ്. നമുക്ക് ഒരിക്കലും ഇവിടുന്ന് കയറിപ്പോരാൻ തോന്നില്ല, എത്ര നല്ല മനോഹര ബീച്ചുകൾ. അതുകൊണ്ട് പോലെ ഉണ്ടോ ലൈം സ്റ്റോൺ ക്ലിപ്പുകളൊക്കെ നമുക്കിങ്ങനെ പോകുന്ന വഴി കാണാം. ഈ കാഴ്ചകളൊക്കെ തന്നെയാണ് ഫുക്കറ്റിലേക്കും ക്രാബിയിലേക്കും തായ്ലൻഡിലേക്കൊക്കെ ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ എത്ര ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടെങ്കിലും ഇവിടേക്ക് ഇപ്പോഴും ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അത് മനോഹരമായ കാഴ്ചയും മനോഹരമായ ബീച്ചും ഒക്കെ നമുക്കിവിടെ ആസ്വദിക്കാം. ഇപ്പോൾ ക്രൂസ് ഷിപ്പ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ സ്പീഡ് ബോട്ടുകളാണ് നമ്മളെ ബീച്ചുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ മറ്റൊരു ഷിപ്പ് അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിതാ ഈ ക്രൂസ് ഷിപ്പിൽ നിന്ന് ഇറങ്ങി നേരെ ഇനി നമ്മൾ ഇവിടെ ഒരു സ്പീഡ് ബോട്ട്, ഇതാണ് ആ കാണുന്ന സ്പീഡ് ബോട്ട്, അതിലേക്ക് കയറിയിട്ട് ഇനി അതിലാണ് നമ്മുടെ ഈ ദ്വീപുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റാളുകളാണ് തോന്നുന്നത് ഈ ഒരു സ്പീഡ് ബോട്ടിൽ കയറിയത്. ഇവരുടെ സ്റ്റാഫ് ഇവിടെ ഉണ്ട്, അവർ വിശദീകരിച്ച് തന്നിട്ടുണ്ട്, ഗൈഡുമാർ ഏതൊക്കെ ദ്വീപുകളാണ് പോകുന്നത് എന്നുള്ളത്. നല്ല കോപ്പറേറ്റീവായ സ്റ്റാഫുകളാണ്. അപ്പോൾ നമുക്ക് കാണുന്നതാണ് ചിക്കൻ ഐലൻഡ്. ചിക്കൻ ഐലൻഡ് എന്നാണ് ഇതിൻ്റെ പേര്. അതുപോലെ കണ്ട അവിടെ ഒരു പാറ, ചിക്കൻ്റെ തല പോലുള്ള, അതാണ് ചിക്കൻ ഐലൻഡ്. ഞങ്ങളവിടെ കൊടുന്നിറക്കിയത് ഒരു ചെറിയൊരു ദ്വീപിലാണ്. തൂപ്പ് ഐലൻഡ് ആണെന്നാണ് ഇതിൻ്റെ പേര്. ഇവിടുന്ന് ഇനി ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ കാണുന്ന ആ ഐലൻഡ്, അത് മോർ ഐലൻഡ് ആണ് പറഞ്ഞത്. അത് കടലിലൂടെ അങ്ങനെ പാസ് ചെയ്യാമെന്നാണ്. അപ്പോൾ വെള്ളം കുറവാണ് അവിടെ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കുറച്ചു നേരം സമയം തന്നിട്ടുണ്ട്, ഒരു അരമണിക്കൂർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒന്ന് എൻജോയ് ചെയ്തിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇനി അടുത്ത ഐലൻഡിലേക്ക് നടന്ന് നമ്മൾ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകുന്നത്. വെള്ളത്തിലൂടെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകാൻ, നടന്ന് പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരാരും ഇറങ്ങുന്നില്ല. ഞാൻ ഏതായാലും ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ, അതുപോലെ ആ ദ്വീപിലെ മണലുകളുടെ ഇതും കണ്ടില്ലേ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. ഇത് കണ്ടിട്ട് എങ്ങനെ ചാടി കുളിക്കാതെ പോകുന്നത്. ഞാൻ ഇറങ്ങിയപ്പോൾ ഇതാ അഞ്ചിത്ത് ഇറങ്ങി വരുന്നുണ്ട്, പിന്നാലെ ഇതാ ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി കുറച്ചു നേരം ഇവിടെ ഒന്ന് ആസ്വദിച്ചു. ഇത് കണ്ടോ, ഇവിടെ നല്ല കാഴ്ച നോക്കണമെങ്കിൽ എന്ത് മനോഹരമായ കാഴ്ചയാണ്. ഇനി നമുക്ക് അടുത്ത ആ ഐലൻഡിലേക്കാണ് പോകാനുള്ളത്. അത് ഈ മണൽത്തിട്ടയിലൂടെ ഇങ്ങനെ നടന്ന് വെള്ളത്തിലൂടെ നടന്നിട്ട് അപ്പുറത്തേക്ക് വരണം. അതിനുമുമ്പ് ഇവിടെ നമുക്കുള്ള ലഞ്ച് ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം അതിന് മുമ്പുള്ള ഒരു സ്ഥലം കണ്ടോ, ഇവിടെ നല്ല കാഴ്ച കണ്ടോ.
ഈ മനോഹരമായ കാഴ്ച, ഇവിടെ നിന്നുള്ള ഫോട്ടോസ്, ഇവിടെ നിന്നുള്ള വീഡിയോസ്, ഇവിടെ നിന്നുള്ള റീൽസ്, ഇതിനാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ മാക്സിമം ഈ ബീച്ചിൽ എൻജോയ് ചെയ്യാം. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചയും സംഭവവും. അപ്പോൾ ഇവിടെ നമുക്കിതാ ലഞ്ച് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഭക്ഷണം കഴിച്ചിട്ട് ഇനി നമ്മൾ അടുത്ത ദ്വീപിലേക്ക് പോകും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒന്ന് വേലിയിറക്കത്തിൽ കുറച്ചും കൂടി വെള്ളം ഇറങ്ങും. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അപ്പുറത്തെ ദ്വീപിലേക്ക് പോകാം എന്നാണ് പറഞ്ഞത്. ഇവിടെ ചിലരൊക്കെ ബീച്ചിൽ ഇറങ്ങി എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്ടോ ഇവിടെയൊക്കെ ആളുകളുണ്ട്. നല്ല വെയിലാണല്ലോ, അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ബീച്ചിലേക്ക് ഇറങ്ങാത്തത്. അത്യാവശ്യം നല്ല പെരും ചൂടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മളിതാ അടുത്ത മോർ ഐലൻഡിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാവരും പോന്നു. അപ്പോൾ വെള്ളം ഇറങ്ങുമെന്നാണ് പറഞ്ഞത്, പക്ഷേ വെള്ളം വേണ്ടത്ര ഇറങ്ങിയിട്ടില്ല. ഏകദേശം മുട്ടിന് മുകളിൽ വെള്ളം ഉണ്ടാവുമെന്നാണ് പറഞ്ഞ് നടന്ന് ആണ് ഇനി ക്രോസ് ചെയ്ത് പോകുന്നത്. ഇനി നമുക്ക് വെള്ളം ക്രോസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഐലൻഡിലേക്കുള്ള പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് വെള്ളം മൊത്തത്തിൽ കുറേ ഇറങ്ങി പോകുന്നതാണ്. എന്തായാലും ഈ വെള്ളത്തിലൂടെയുള്ള യാത്രയും ഒരു രസമാണ്. ഏകദേശം അരക്കറ്റം വെള്ളമുണ്ട് കേട്ടോ. ട്രൗസറൊക്കെ നനയാതെ എങ്ങനെയെങ്കിലും എത്തണം എന്ന് വിചാരിച്ചു, പക്ഷേ ട്രൗസറൊക്കെ നനഞ്ഞു. ഏതായാലും കടലിൽ ചാടില്ലേ, അപ്പോൾ എല്ലാവരും കുഴപ്പമില്ല വിചാരിച്ച് നടന്നു പോകുന്നു. അങ്ങനെ നമ്മളിതാ അടുത്ത ഐലൻഡിലേക്ക് വന്നത്. 2 ചെറിയ ഐലൻഡുകൾ ചേർന്നാണ് ഇത് മോർ ഐലൻഡ്. ഇപ്പോൾ നമ്മൾ വന്നത് തൂപ്പ് ഐലൻഡ്. ഈ 2 ഐലൻഡുകളാണ്. ഇവിടൊക്കെ തന്നെ ഈ പരിപാടി ബീച്ചിൽ ആസ്വദിക്കുക, കടലിലിറങ്ങി ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യമായിട്ടുള്ള പരിപാടി. പക്ഷെ വെയിൽ അൺസൈക്കബിൾ വെയിലാണ് ഈ സമയത്ത്. നല്ല നട്ടുച്ചയല്ലേ, ഏകദേശം ഇപ്പോൾ 2 മണിയാണ് ഇപ്പോൾ സമയം. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് പോവാണ്, വീണ്ടും ബോട്ടിലേക്ക് കയറാണ്. ഇനി അടുത്ത ദ്വീപിലേക്കാണ് പോകുന്നത്. ഒരു ദ്വീപ് നമ്മൾ പോകുന്നില്ല, ബാക്കി 3 ദ്വീപിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. ഇതാണ് നമ്മൾ അടുത്ത പോഡ എന്ന് പറഞ്ഞ ഐലൻഡിൽ വന്നു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഐലൻഡും ഈ പോഡ ഐലൻഡാണ്. ഇവിടെയാണ് സ്നോർക്കലിംഗ് ഒക്കെ ഉള്ളത്. കണ്ടോ, പോഡ എന്ന് പറഞ്ഞ ഐലൻഡ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഐക്കൺ. ഈ ഒരു ഒരൊറ്റ കല്ല്, ലൈം സ്റ്റോണിൻ്റെ ഒരൊറ്റ കല്ല്, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്നോർക്കലിംഗ് ചെയ്യുന്നുണ്ട്. സ്നോർക്കലിംഗിലെ സാധനങ്ങളൊക്കെ അവർ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഗോപ്രോ ഒന്ന് വെള്ളത്തിൽ മുക്കിയാണ്. നമുക്ക് കണ്ടോ കോറലൊക്കെ നമുക്കിവിടെ കാണാം. കുറച്ചും കൂടി ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ കാണാം. പക്ഷേ നമ്മുടെ ഗോപ്രോയിൽ വെള്ളം കയറി, അതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഇത് കണ്ടോ, ഈ ഐലൻഡിൽ കുറേ കൂടി തണുപ്പ്, കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഐലൻഡ് ഇതാണ്. അവിടെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും കുളിമുറിയും ബാത്റൂമും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ 4 ഐലൻഡുകളിലെ ഏറ്റവും വലിയ ഐലൻഡ് ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ 4 ഐലൻഡ് ട്രിപ്പിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഇനി നമ്മളിതാ ഇവിടുന്ന് മടങ്ങാൻ പോവുകയാണ്, തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. തിരിച്ച് കരയിലെത്തിയപ്പോഴേക്ക് വൈകുന്നേരമായി. ഇതാണ് നമ്മളെ ഫുക്കറ്റിലൂടെ നമ്മൾ വീണ്ടും റൂമിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളെ നമുക്ക് ഫുക്കറ്റിൽ കുറച്ച് കാഴ്ചകൾ കൂടി ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. സെൻട്രൽ ഫുക്കറ്റ് ഒക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ ക്രാബിയിലെ കാഴ്ചകൾ എങ്ങനെയുണ്ട്? ക്രാബിയിലെ 4 ഐലൻഡ് ട്രിപ്പിൻ്റെ കാഴ്ചകളായിരുന്നു ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. തിരിച്ച് ഇനി റൂമിലേക്ക് പോവുകയാണ്. നാളെ നമ്മുടെ ഈ ഒരു തായ്ലൻഡ് ട്രിപ്പ് ഇവിടെ അവസാനിക്കും. നാളത്തെ സിറ്റി ടൂറ്, അതുപോലെ ചലോങ് ടെമ്പിൾ, കട്ട വ്യൂ പോയിന്റ് തുടങ്ങിയ ചെറിയ കുറച്ച് കാഴ്ചകൾ കൂടി കാണിച്ചതിന് ശേഷം ഞങ്ങൾ നാളെ രാത്രിയോടുകൂടി നാട്ടിലേക്ക് മടങ്ങും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.